വഖഫ് സ്വത്തുക്കളിൽ സർക്കാരുകൾക്ക് ഇടപെടാൻ അവസരം നൽകുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദ വകുപ്പുകൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉൾപ്പെടെ ഒരു കൂട്ടം ഹർജികളിൽ വാദം കേട്ട ശേഷം ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മസീഹ് എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ചാണ് വിധി പറഞ്ഞത്. പൂർണ്ണമായും സ്റ്റേ ചെയ്യാതിരുന്ന കോടതി അപൂർവ സമയങ്ങളിൽ മാത്രമേ സമ്പൂർണ്ണമായി സ്റ്റേ ഉണ്ടാകൂ എന്നും പറഞ്ഞു. നിയമഭേദഗതിയിൽ ഏറ്റവും അധികം വിവാദമായിരുന്ന ജില്ലാ കളക്ടറുടെ അധികാരം സുപ്രീംകോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്തിമ ഉത്തരവ് വരുന്നതുവരെ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റരുതെന്നും അത് തൽസ്ഥിതി തുടരണമെന്നും കോടതി വ്യക്തമാക്കി. വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവിൽ കഴിവതും മുസ്ലിം ആയിരിക്കണമെന്നും പറഞ്ഞ കോടതി എന്നാൽ അമുസ്ലിങ്ങളെ CEO ആക്കരുതെന്ന ആവശ്യം അംഗീകരിച്ചില്ല. നിയമത്തിലെ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ എന്നും കോടതി വിധി ന്യായത്തിൽ വ്യക്തമാക്കി. കേന്ദ്ര വഖഫ് കൗൺസിൽ 4-ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്നും സംസ്ഥാന വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. 5 വർഷം വിശ്വാസിയായിരിക്കണം എന്ന വിവാദ വകുപ്പും കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തോളം ഇസ്ലാം മതവിശ്വാസം പിന്തുടരുന്നവർക്കും മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നതായിരുന്നു കേന്ദ്ര നിയമത്തിലെ വിവാദ വ്യവസ്ഥകളിലൊന്ന്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയിലെന്ന് വ്യക്തമാക്കിയ കോടതി 1995-ലെയും 2013-ലെയും മുൻ നിയമങ്ങളിലും ഈ നിബന്ധനയുണ്ടായിരുന്നുവെന്നും പറഞ്ഞ് ഈ വ്യവസ്ഥയിൽ ഇടപെട്ടില്ല. എന്നാൽ രജിസ്ട്രേഷനുള്ള സമയപരിധി നീട്ടി നൽകുന്നതായി കോടതി ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമഭേദഗതിയുടെ സെക്ഷൻ 3C പ്രകാരം കളക്ടറുടെ അധികാരം സ്റ്റേ ചെയ്തതോടെ തർക്കപ്രദേശങ്ങളിൽ കളക്ടർ ചുമതലപ്പെടുത്തിയ സംഘം അന്വേഷണം തുടങ്ങിയാൽ അത് ഉടൻ വഖഫ് ഭൂമി അല്ലാതാവുമെന്ന വ്യവസ്ഥയും എടുത്തുകളഞ്ഞത് ഹർജിക്കാർക്ക് ആശ്വാസമാണ്. വഖഫ് നിയമ ഭേദഗതി വിധിയിലെ പ്രധാന ഭാഗങ്ങൾ ഇനി പറയുന്നതാണ്. 1. 5 വർഷം വിശ്വാസിയായിരിക്കണമെന്ന വകുപ്പ് സ്റ്റേ ചെയ്തു. 2. അന്തിമ ഉത്തരവ് വരെ വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരും. 3. ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ല. 4. അമുസ്ലിങ്ങൾക്കും ബോർഡ് CEO ആകാം. 5. വഖഫ് സ്വത്തിന്മേലുള്ള കളക്ടറുടെ അധികാരം നീക്കി. മെയ് 22-നാണ് ഹർജിയിൽ വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റിയത്. സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിയമത്തിലെ 3 വ്യവസ്ഥകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളൊഴികെ അമുസ്ലിങ്ങളെ നിയമിക്കരുത്, ഉപയോഗത്തിലൂടെ വഖഫ് ആയതടക്കമുള്ള ഏതെങ്കിലും സ്വത്തുക്കൾ വഖഫ് അല്ലെന്ന് പ്രഖ്യാപിക്കരുത്, വഖഫ് സ്വത്തിന്മേലുള്ള അവകാശത്തിൽ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ പ്രസ്തുത സ്വത്ത് വഖഫായി കണക്കാക്കില്ലെന്ന വ്യവസ്ഥ നടപ്പാക്കരുത് എന്നീ ഉത്തരവുകളാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്നാണ് നിയമത്തിൻ്റെ സാധുതയെ ചൊല്ലി വാദം നടന്നത്. നേരത്തെ കേസ് പരിഗണിക്കുന്നതിനിടെ കടുത്ത ചോദ്യങ്ങളാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത്. വഖഫുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമത്തിൽ ചെയ്തിരിക്കുന്നത് പോലെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളിൽ അഹിന്ദുക്കളെയും ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്ന് ബെഞ്ച് ചോദിക്കുകയുണ്ടായി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഹർജികളാണ് കോടതിയിലുണ്ടായിരുന്നത്. ഇതിൽ 5 ഹർജിക്കാരുടെ വാദങ്ങളാണ് കോടതി കേട്ടത്. ബാക്കിയുള്ളതെല്ലാം പ്രത്യേക അപേക്ഷയായിട്ടാണ് കോടതി പരിഗണിച്ചത്. വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ പെരുപ്പിച്ചതാണെന്നും ശരീഅത്തിലെ വഖഫ് എന്ന സങ്കല്പത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയില്ലാതെയാണ് കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലമെന്നും സമസ്ത ചൂണ്ടിക്കാട്ടിയിരുന്നു. വഖഫ് ഭൂമിയിൽ 11 വർഷത്തിനിടെ 116% വർധനവുണ്ടായെന്ന കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിലെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സമസ്ത അറിയിച്ചു. സമാനവാദം അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും പ്രത്യേകമായി സമർപ്പിച്ച ഹർജികളിലും ഉന്നയിക്കുകയുണ്ടായി. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് മനു സിംഗ്വിയായിരുന്നു സമസ്തയെ പ്രതികരിച്ച് കോടതിയിലെത്തിയത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, മജ്ലിസുൽ ഇത്തിഹാദുൽ മുസ്ലിമീൻ MP അസദുദ്ദീൻ ഒവൈസി, ഡൽഹി AAP MLA അമാനത്തുള്ള ഖാൻ, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ്, ജമിയത്തുൽ ഉലമായെ ഹിന്ദ് പ്രസിഡന്റ് അർഷാദ് മദനി, അഞ്ജും കദാരി, തയ്യിബ് ഖാൻ സൽമാനി, മുഹമ്മദ് ഷാഫി, TMC MP മഹുവ മൊയ്ത്ര, RJD MP മനോജ് കുമാർ സാ, SP MP സിയാഉർ റഹ്മാൻ ബർക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ DMK എന്നിവരാണ് കേസിലെ പ്രധാന ഹർജിക്കാർ. waytonikah.com, the exclusive Muslim matrimonial site.